ലീഗ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം. തർക്കത്തിലുള്ള 6 പള്ളികളിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശം. കേരളത്തിൽ എത്ര ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. പി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, ഏതൊക്കെ പള്ളിയുടെ കാര്യത്തിലാണ് ഈ നിർദ്ദേശം വരുന്നത്? എന്താണ് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിനടക്കം പുതിയ ശുപാർശയും നിർദ്ദേശവും ഒക്കെ നൽകിയിരിക്കുന്നത്? പ്രതീക്ഷ, ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഈ നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ എറണാകുളം, പാലക്കാട് ജില്ലകളിലായി തർക്കത്തിലുള്ള 6 പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ തർക്കത്തിലുള്ള 6 പള്ളികളിൽ നിലവിൽ ആരുടെ കൈകളിലാണോ ഭരണം ഇരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തൽസ്ഥിതി തുടരുവാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ജനുവരി 29-30 തീയതികളിൽ സുപ്രീം കോടതി വിശദമായി കേൾക്കുന്നുണ്ട്. അന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുവരെ തൽസ്ഥിതി തുടരുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ എത്രത്തോളം, അതായത് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട എത്ര അംഗങ്ങൾ ഇരു സഭകൾക്കും ഉണ്ട് എന്ന കാര്യം അറിയിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കണക്ക് നൽകേണ്ടതെന്നും ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനു പുറമെ എത്ര പള്ളികളുണ്ട് എന്നത് വില്ലേജ് അടിസ്ഥാനത്തിലുള്ള കണക്ക് നൽകണമെന്നും തർക്കത്തിലുള്ള ഓരോ പള്ളികളിലും ഇരു വിഭാഗങ്ങളിലും, അതായത് ഓരോ പള്ളികളിലും ഓർത്തഡോക്സുകാർ എത്രയാണ്, യാക്കോബായക്കാർ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളും സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സ്റ്റാറ്റസ് കോ നിലനിൽക്കുമ്പോൾ, അതായത് തൽസ്ഥിതി നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിൽ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് സുപ്രീം കോടതി ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. കാരണം നേരത്തെ സുപ്രീം കോടതി ഭരണം കൈമാറുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കണമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭ ഇന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഇപ്പോൾ തൽസ്ഥിതി തുടരുകയും തങ്ങൾ ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി പോവുകയാണ് എന്നുമാണ് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ കേസിന്റെ വാദം കേൾക്കുന്നിടയിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങളും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2017 KS വർഗീസ് കേസിലെ വിധി അത് ഏതാനും പള്ളികൾക്ക് മാത്രമാണോ ബാധകം, അതോ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള എല്ലാ പള്ളികൾക്കും അത് ബാധകമാണോ എന്ന കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുള്ള 6 പള്ളികളിൽ തൽസ്ഥിതി തുടരട്ടെ എന്നാണ് സഭയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന പള്ളികളിൽ തീർപ്പുണ്ടായി അത് കൈവിട്ടു പോകും എന്ന നിലയ്ക്കൊക്കെയുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ വലിയ ആശ്വാസം യാക്കോബായ സഭയ്ക്ക് ലഭിക്കുന്ന സർക്കാരിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.